ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രായമായവരും ചെറുപ്പക്കാരായാലും നമ്മളിപ്പോൾ ഇന്ന് സൗന്ദര്യത്തിൻ്റെ പിറകെയാണല്ലോ എല്ലാവരും. അപ്പോൾ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ടും സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ വിപണിയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ നമ്മൾ മുഖത്ത് ചെയ്യാറുണ്ട്. അത് ക്രീമായിട്ടും ചികിത്സകളായിട്ടും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ നിന്നിപ്പോൾ നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് വിപണിയിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ സൗന്ദര്യം ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ചേരുവ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിൽ പലരും വായുടെ ശുചിത്വത്തിന് വേണ്ടിയാണ് ഓയിൽ പുള്ളിങ് ചെയ്യാറുള്ളത് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അല്ലേ? എന്നാൽ ഓയിൽ പുള്ളിങ് എന്ന് പറയുന്നത് ദിവസവും 15 മിനിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടാനും ചർമ്മത്തിന് തിളക്കം നൽകാനും പ്രായമാകൽ തടയാനും സഹായിക്കുമെന്നത് നിങ്ങൾക്കറിയാമോ? ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെയ്യാവുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പവുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓയിൽ പുള്ളിങ് എങ്ങനെയാണ് നമ്മുടെ മുഖത്തിന് സൗന്ദര്യവും ചർമ്മത്തിന് പ്രകാശവും തരുന്നത് എന്നും അത് ചെയ്യേണ്ട ശരിയായ രീതിയുമാണ്. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓയിൽ പുള്ളിങ്ങും മുഖസൗന്ദര്യവും ശാസ്ത്രീയ വശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് ഡീടോക്സിഫിക്കേഷനാണ്. നമ്മൾ വായിൽ എണ്ണയിട്ട് കൊള്ളുമ്പോൾ ശരീരത്തിലെയും രക്തത്തിലെയും അനാവശ്യ ടോക്സിനുകൾ പുറന്തള്ളപ്പെടുന്നു. ടോക്സിനുകൾ കുറയുമ്പോൾ സ്വാഭാവികമായും ചർമ്മത്തിലെ അനാവശ്യ കുരുക്കളും കറുത്ത പാടുകളും കുറഞ്ഞ് മുഖം തിളങ്ങാൻ തുടങ്ങും. 2. മുഖത്തെ പേശികൾക്കുള്ള വ്യായാമം. 15 to 20 മിനിറ്റ് നമ്മൾ കൊള്ളുമ്പോൾ മുഖത്തെയും അണപ്പല്ലിൻ്റെയും പേശികൾ തുടർച്ചയായി പ്രവർത്തിക്കുന്നു. ഇത് മുഖത്തിന് മികച്ചൊരു ഫേഷ്യൽ എക്സസൈസ് ആണ്. ഇതിലൂടെ ഇരട്ടത്താടി അതായത് ഡബിൾ ചിൻ കുറയാൻ സഹായിക്കുന്നു. മുഖത്തെ രക്തയോട്ടം വർദ്ധിച്ച് ചർമ്മം കൂടുതൽ ഗ്ലോയാകും. ചർമ്മം തൂങ്ങിപ്പോകാതെ ചെറുപ്പത്തോടെ ഇരിക്കാനും സഹായിക്കുന്നു. വായയുടെയും ഈറകളുടെയും അതായത് മോണയുടെയും ആരോഗ്യം. ഇതിനു പുറമെ വായ്നാറ്റം മാറാനും പല്ലിലെ കറ മാറി വെളുക്കാനും ഈറകൾക്ക് ബലം ലഭിക്കാനും ഇത് സഹായിക്കും. ഇനി നമുക്ക് ഓയിൽ പുള്ളിങ് ചെയ്യേണ്ട ശരിയായ രീതി എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റെപ്പ് 1. ഏത് എണ്ണ? ഇതിനായി ഏറ്റവും നല്ലത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്, അല്ലെങ്കിൽ എള്ളെണ്ണയാണ്. സ്റ്റെപ്പ് 2. സമയം. ഇത് ഏത് ടൈമിലാണ് ചെയ്യേണ്ടത്? രാവിലെ എഴുന്നേറ്റ ഉടൻ വെറും വയറ്റിൽ വേണം ഇത് ചെയ്യാൻ. വെള്ളം കുടിക്കുന്നതിനോ പല്ല് തേക്കുന്നതിനോ മുൻപ് തന്നെ ഇത് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ അതിനു മുന്നേയുള്ള ബാക്ടീരിയകളെല്ലാം നമ്മുടെ വയറ്റിലേക്ക് പോകുന്നതാണ്. സ്റ്റെപ്പ് 3. 1 ടേബിൾ സ്പൂൺ എണ്ണ വായിലൊഴിച്ച് പല്ലുകൾക്കിടയിലൂടെയും വായുടെ എല്ലാ ഭാഗങ്ങളിലേക്കും 15 മുതൽ 20 മിനിറ്റ് വരെ നന്നായി വായിക്കൊള്ളുക. തുടക്കക്കാർക്ക് 15 to 20 മിനിറ്റ് ബുദ്ധിമുട്ടാണെങ്കിൽ അത് 5 to 10 മിനിറ്റിൽ തുടങ്ങാം. പിന്നീട് അത് കൂട്ടി കൊണ്ടുവന്നാൽ മതിയാകും. അടുത്തത് സ്റ്റെപ്പ് 4. എണ്ണ വയറ്റിലേക്ക് ഇറക്കി പോകരുത്. 20 മിനിറ്റ് കഴിയുമ്പോൾ എണ്ണ കട്ടിയുള്ള വെള്ള നിറമായി മാറും. അത് വേസ്റ്റ് ബിന്നിലോ ഒരു ടിഷ്യൂ പേപ്പറിലോ തുപ്പിക്കളയുക. വാഷ് ബേസിനിലെ പൈപ്പിൽ തുപ്പരുത്. കാരണം അടയാതിരിക്കാൻ അത് ചാൻസ് കൂടുതലാണ്. അതായത് വാഷ് ബേസിനിലെ പൈപ്പ് അടയാൻ അത് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വാഷ് ബേസിനിൽ തുപ്പുന്നത് ഒഴിവാക്കുക. ഇനി നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. എണ്ണ ഒരിക്കലും വിഴുങ്ങരുത്. കാരണം അതിൽ വായിലെ അഴുക്കുകളും ബാക്ടീരിയകളുമാണ് ഉള്ളത്. ഇത് ചെയ്ത ഉടൻ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിൽ വായ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദിവസവും ക്രമമായി ചെയ്യുമ്പോഴാണ് മികച്ച റിസൾട്ട് ലഭിക്കുക. അപ്പോൾ കൂട്ടുകാരെ, വളരെ ലളിതമായ ഈ ഒരു ശീലം നിങ്ങളുടെ ദിവസേനയുള്ള ബ്യൂട്ടി കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്തി നോക്കൂ. വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള നല്ല ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.